സഞ്ജു സാംസണ് പരിക്കേറ്റതിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ വൈഭവ് സൂര്യവംശി എന്ന കുട്ടിത്താരത്തിന്റെ അരങ്ങേറ്റം സാധ്യമാകില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ഇന്ന് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ കണ്ടത് വൈഭവിന്റെ വെടിക്കെട്ട് മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ലോക ക്രിക്കറ്റിന് ഒരു താക്കീതാണ്. ആ 14-കാരൻ പയ്യൻ മാസാണ്, കൊല്ലം മാസ്. ബോത്ത് ബേബി. വൈഭവിന്റെ സിക്സർ ആഘോഷിക്കുന്നതിനിടെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഉയർന്ന ബോർഡിൽ എഴുതിയ വാക്കാണ്. വെടിക്കെട്ടിനപ്പുറം സെഞ്ചുറിയിലേക്ക് കുതിച്ചപ്പോൾ സാക്ഷാൽ യൂണിവേഴ്സ് ബോസിന്റെ റെക്കോർഡിന് തൊട്ടടുത്ത് 35 പന്തിൽ വൈഭവ് 100-ലെത്തിയപ്പോൾ പിറന്നത് IPL-ലെ ഇന്ത്യക്കാരന്റെ അതിവേഗ സെഞ്ചുറി. തോറ്റ് പ്ലേ ഓഫ് പ്രതീക്ഷയുടെ അടുത്തെങ്ങുമില്ലാത്ത രാജസ്ഥാൻ ഗുജറാത്തിനെതിരെ 210 റൺസ് വിജയലക്ഷ്യം തേടി ഇറങ്ങിയപ്പോൾ തുടർച്ചയായ 6ാം തോൽവി തന്നെയാണ് ആരാധകരുടെ മനസ്സിലുണ്ടായത്. പക്ഷേ ഗുജറാത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് വൈഭവിന്റെ തേരോട്ടം. അരങ്ങേറ്റത്തിലെ പന്ത് സിക്സർ അടിച്ച് കാണിച്ചത് വെറുതെയല്ലെന്ന് ഓർമ്മിപ്പിച്ച് 17 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക്. IPL-ൽ അർദ്ധ സെഞ്ചുറിയിലെത്തുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റിയാൻ പരാഗിന്റെ റെക്കോർഡ് ആദ്യം സ്വന്തം പേരിലാക്കി. വൈഭവ് സൂര്യവംശി ജനിക്കുന്നതിന് 4 വർഷം മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഇഷാന്ത് ശർമ്മയുടെ ജീവിതത്തിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓവർ സൂര്യവംശി സമ്മാനിച്ചു. 3 സിക്സറും 2 ബൗണ്ടറിയും അടക്കം 26 റൺസ് അടിച്ചെടുത്തു വൈഭവ്. എവിടെ പന്തെറിയണമെന്നറിയാതെ 2 വൈഡുമെറിഞ്ഞു അതേ ഓവറിൽ ഇഷാന്ത് ശർമ്മ. വാഷിംഗ്ടൺ സുന്ദറിനെ 2 സിക്സറും ബൗണ്ടറിയും അടിച്ച് അടുത്ത ഇരയെ കാത്തുനിന്നു. പ്രസിദ്ധ് കൃഷ്ണയെയും റാഷിദ് ഖാനെയും സൂര്യവംശി വെറുതെ വിട്ടില്ല. ഒടുവിൽ കരീം ജന്നത്ത് മുന്നിലെത്തിയപ്പോൾ കുട്ടിത്താരം കത്തിക്കയറി. ഓരോവറിലെ എല്ലാ പന്തുകളും ബൗണ്ടറിയിലേക്ക്. 6, 4, 6, 4, 4, 6. ഓരോവറിൽ 30 റൺസ്. ഒടുവിൽ 94-ൽ നിന്ന് റാഷിദ് ഖാനെ അതിർത്തി കടത്തി ചരിത്ര സെഞ്ചുറിയിലേക്ക്. 35 പന്തിൽ സെഞ്ചുറിയിലെത്തിയതോടെ IPL-ൽ അതിവേഗം 100-ലെത്തുന്ന ഇന്ത്യൻ താരമായി വൈഭവ് സൂര്യവംശി. 30 പന്തിൽ നേട്ടത്തിലെത്തിയ യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിൽ മാത്രമാണ് മുന്നിൽ. സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരവും ഈ 14-കാരൻ തന്നെ. $1,10,00,000 മുടക്കി എന്തിനാണ് ഈ 14-കാരനെ ടീമിലെടുത്തത് എന്ന ചോദ്യം ഇനി ആരും രാജസ്ഥാനോട് ചോദിക്കില്ല. 4 വയസ്സിൽ തന്റെ ചുറ്റിലേക്കും പ്ലാസ്റ്റിക് പന്തടിച്ച് വിസ്മയിപ്പിച്ച ബാലൻ ഇന്ന് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിന്റെ ചുറ്റിലും പറത്തിയത് 7 ബൗണ്ടറിയും 11 പടുകൂറ്റൻ സിക്സറും. ഇനിയും റെക്കോർഡ് പുസ്തകത്തിന്റെ താളുകൾ ഈ കുഞ്ഞു താരത്തിന് മുന്നിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പ്.